എല്ലാവർക്കും നമസ്കാരം. ഈ സുപ്രഭാതത്തിൽ സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന നമ്മുടെ വിജ്ഞാന പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ നിത്യകർമ്മങ്ങൾക്കിടയിലും ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നതിലുമൊക്കെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം അത് വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മളതിൻ്റെ 16ാമത്തെ ക്ലാസ്സാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം ഒരുപാട് ആളുകൾ നല്ല ടെസ്റ്റിമോണിയൽസ് ഒക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിലും ഈ പറയുന്ന ഈ 15 ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പരമ്പരയെക്കുറിച്ച്, ജ്ഞാന പരമ്പരയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങളുടേതായ വാക്കുകളിലൊക്കെ ഞങ്ങളെ അറിയിക്കാം. കാരണം അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യണം. കാരണം എന്താ അറിയോ, നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വളരെ പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ എന്താണ് പഠിച്ചത് നിങ്ങൾക്ക്, കാരണം ഒരുപാട് ആളുകൾ നമ്മളെ ഓൾറെഡി ഈ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങളും അവർ ഈ തലത്തിൽ ഇതുവരെ അയ്യപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ അവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഞങ്ങൾക്കും ഈ ഒരു യാത്രയിൽ വലിയൊരു പ്രചോദനമാണ്. അപ്പം അത് ഒന്ന് മറന്നു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 16ാമത്തെ സെഷനിൽ നമ്മൾക്ക് ഇന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനങ്ങളിൽ നമ്മൾ ദിവ്യത്വങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താ പറയുക, ഈ ആധ്യാത്മിക കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരുടെ ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവണം. അപ്പോൾ ആ കൃത്യമായ ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് സംസാരിച്ച് പോയത്. അത് ഒരിക്കൽ കൂടെ ഞാൻ ഈ ക്ലാസ്സിൽ പറയാം. കാരണം അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയും നമ്മുടെ കുട്ടികളുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു സ്ഥലം ഈ ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായ അറിവില്ല, ഇതെന്താണ്, കൺഫ്യൂഷൻസ് ആണ്. നമ്മൾക്ക് കൺഫ്യൂഷൻ വന്നാൽ പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാതെ ഒന്നെങ്കിൽ അവരെ എന്താ പറയുക അടിച്ചമർത്തും. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ കാര്യമാണ്, വേറെ വല്ല കാര്യമുണ്ടെങ്കിൽ ചോദിക്കും എന്നൊക്കെ പറയും. അതല്ല വേണ്ടത്. വളരെ തുറന്ന ഒരു സമീപനമാണ് ഇതിന് വേണ്ടത്. അതിന് വേണ്ടത് നമ്മൾക്ക് കൃത്യമായ ഒരു ധാരണയാണ്. അപ്പോൾ കൃത്യമായ ധാരണ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ഈശ്വര സങ്കല്പം എടുത്താൽ അതെങ്ങനെയാണ് ശരിക്കും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ എടുത്താൽ അതിൽ വരുന്ന ഈ കഥാപാത്രങ്ങൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സിൽ പെടും, ഈശ്വര ആരാധനയിൽ നമ്മുടെ ഋഷീശ്വരന്മാർ അവർ ഏതൊക്കെ തരംതിരിവിലാണ് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സസ് ആയിട്ടാണ് അവർ നമ്മൾക്ക് ഇവരെ പരിചയപ്പെടുത്തി തന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യമായി പറയാനുള്ളത്, ഇപ്പം നമ്മൾ പറയും സൃഷ്ടിക്രമം എന്ന് പറയും. ശ്രീചക്രത്തിൽ ശ്രീവിദ്യയിൽ നമ്മൾ അങ്ങനെ ക്രമത്തിനെ അങ്ങനെയാണ് വിളിക്കുക, സൃഷ്ടിക്രമം. അപ്പോൾ സൃഷ്ടിക്രമം എന്ന് പറഞ്ഞാൽ അങ്ങ് ഈശ്വരനിൽ തുടങ്ങി താഴെ ഞാൻ എന്ന സൃഷ്ടിയിലെത്തി നിൽക്കുക. അപ്പോൾ ഈശ്വരനിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുക. സംഹാരക്രമം എന്ന് പറയുമ്പോൾ എന്നിൽ തുടങ്ങി ഭഗവാനിലേക്ക് ലയിക്കുക. അപ്പോൾ ഒരു ക്രമത്തിന് ഇങ്ങനെയാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് സൃഷ്ടിക്രമവും ഇവിടുന്ന് തിരിച്ച് നടക്കുന്നത് സംഹാരക്രമവും.
അപ്പോൾ സൃഷ്ടിക്രമത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, പരമാത്മാവ് എന്ന ചൈതന്യം. അപ്പോൾ ഇപ്പം നമ്മൾ ശബരിമലയിലെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ശബരിമലയിൽ നമ്മൾ സംസാരിക്കുന്ന ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണികണ്ഠൻ എന്നൊക്കെ വിവിധ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ടല്ലോ, ആ ചൈതന്യം. അപ്പോൾ ആ ചൈതന്യം പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ച തത്വമായിട്ടാണ്. രണ്ടാമത്തെ കൺസെപ്റ്റാണത്, പ്രപഞ്ച തത്വങ്ങൾ എന്നുള്ളത്. ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കൺസെപ്റ്റ്, ആദ്യത്തെ ആശയം, ഈശ്വരൻ എന്ന ആശയത്തിൽ ആദ്യത്തെ സ്ഥലം അല്ലെങ്കിൽ ആദ്യത്തെ തലം ഏതാണെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം, പരമാത്മ ചൈതന്യം, നിർഗുണമായിട്ട് എല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി, എന്നാൽ അതിന് ഒരു ക്വാളിറ്റീസും പുറത്തേക്ക് കാണാത്ത ഒരു അസ്തിത്വമാണ് ശരിക്കും എന്ത്, അസ്തിത്വം തന്നെ വിളിക്കാൻ പറ്റില്ല, അത് എല്ലാവിടും നിറഞ്ഞിരിക്കുന്ന, എന്നാൽ ഒരു ഗുണവും അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ല, എന്നാൽ എല്ലാ ഗുണവും തൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, പരാസംവിത്ത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ബ്രഹ്മം, ഇതെല്ലാം ചേർന്നിരിക്കുന്ന, അതാണ് പരമമായ തലം ഈശ്വരൻ്റെ. അവിടുന്ന് തൊട്ടടുത്ത തലമാണ് നമ്മൾക്ക് പ്രപഞ്ചത്തിലെ തത്വങ്ങൾ. കാരണം പ്രപഞ്ചത്തിൽ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പഞ്ചകൃത്യപരായണ. പഞ്ചകൃത്യപരായണ എന്ന് പറഞ്ഞാൽ 5 കൃത്യങ്ങളാണ് ദേവിയുടെ: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ഈ 5 കൃത്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളാണ്. ശരിക്കും ഇത് നിർവഹിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളാണ്. ഈ തത്വങ്ങളെ നമ്മളെ ഋഷീശ്വരന്മാർ ദേവന്മാരായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഈശ്വരന്മാരായിട്ടാണ് നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അല്ലെ, ഗണപതി, ദുർഗ എന്നൊക്കെ നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള ആ ഈശ്വര സങ്കല്പം എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങൾ നിർവഹിക്കുന്ന പ്രാപഞ്ചികമായ സത്ത, അതാണ് ശരിക്കും ഇങ്ങനെയുള്ള ഈശ്വര സങ്കല്പങ്ങളായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നു. പിന്നെയുള്ളത് നമ്മൾക്ക് ദേവതകളാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന, നമ്മളിപ്പോൾ ദേവലോകം എന്നൊക്കെ പറയുന്നില്ലേ, ഇന്ദ്രൻ, അല്ലേ, ഇന്ദ്രൻ, അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ സൂര്യദേവൻ, ചന്ദ്രദേവൻ എന്ന് പറയുന്ന പോലെ ദേവതകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈശ്വരൻ്റെ ഗുണങ്ങൾ, ഈശ്വരൻ്റെ ക്വാളിറ്റീസ്, ഈശ്വരൻ്റെ, അപ്പം മാറിപ്പോവാണ്ടിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞത് ഈശ്വരൻ്റെ തത്വങ്ങൾ, പ്രപഞ്ച തത്വങ്ങളാണ് ഈശ്വരന്മാരായിട്ട് വരുന്നുണ്ടെങ്കിൽ, ദേവതകൾ എന്ന് വിളിക്കുന്നത് ഈ പരമമായ ഈശ്വരൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ സ്വയം പ്രകാശിപ്പിക്കുന്ന എൻറ്റിറ്റീസ്. ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താണ്? ഈശ്വരൻ്റെ ആ പ്രകാശശക്തി, ആ പ്രകാശശക്തിയാൽ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്ന ഒരു ശക്തി ചൈതന്യമാണ് സൂര്യൻ. ചന്ദ്രൻ അതേപോലെ തന്നെ ഇതേ ഈശ്വരൻ്റെ ഔഷധവീര്യം പ്രപഞ്ചത്തിന് തികച്ചും നൽകുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മതത്വത്തിൻ്റെ ഗുണങ്ങൾ സ്വയം പ്രകാശിപ്പിക്കുന്ന ദേവതകൾ, അതിനെയാണ് നമ്മൾ, ആ അസ്തിത്വങ്ങളെയാണ് ദേവതകൾ എന്ന് വിളിക്കുക. പിന്നെയുള്ളത് എന്താണ്? ഭൂതഗണങ്ങളാണ്. ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്രാമദേവതാ കൺസെപ്റ്റൊക്കെ വരുന്നത് ഈ ഭൂതഗണങ്ങളിലാണ്. ഗ്രാമദേവതകൾ, ആ ദേവതകൾ എന്താണ് ശരിക്കും? ആ ദേവതകൾ ഈ പറയുന്ന പോലെ ഒരു മധ്യവർത്തിയാണ്. അതായത് ഈ പ്രപഞ്ച തത്വവും ദേവതകൾക്കും ഇടയിലുള്ള ഒരു മധ്യവർത്തി, ഒരു ഇൻ്റർമീഡിയറി ചൈതന്യമാണ് ശരിക്കും എന്ത്, ഈ ഭൂതഗണങ്ങൾ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നില്ലേ ഈ ചാമുണ്ടി, ഗുളികൻ, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്, ചാത്തൻ എന്നുള്ളൊക്കെ കൺസെപ്റ്റ് വരുന്നത് അവിടെയാണ്. ഗ്രാമദേവതകളായി ആരാധിക്കുന്ന കൺസെപ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പിതൃക്കളാണ്. നമ്മൾ ഈ ആരാധനാ തലമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അമാവാസിക്ക് പിതൃബലിയൊക്കെ ഇടുന്നത് ഒരു ആരാധനയാണ് ശരിക്കും. അപ്പോൾ ഒരു ഉപചാരമാണ് അല്ലെങ്കിൽ ഒരു ആചാരക്രമമാണ്. അപ്പോൾ ഈ ആചാരക്രമത്തിന് നമ്മൾ ഏത് ചൈതന്യത്തെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പരലോകത്ത് ഉള്ള അവതാരങ്ങളാണ്. എങ്ങനെയാണ്? ആ അവതാരങ്ങൾക്ക് ശരീരം ഉണ്ടാവില്ല, മനസ്സിലായോ? അശരീരമായ അഭൗമമായ അവതാരങ്ങൾ, ഏത് ലോകത്ത് വസിക്കുന്ന, പരലോകത്ത് വസിക്കുന്ന ആ അവതാരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിതൃക്കൾ എന്ന് വിളിക്കുക. പിന്നീടുള്ളതാണ് നമ്മുടെ യഥാർത്ഥ അവതാരങ്ങൾ, ഈശ്വര അവതാരങ്ങൾ. നമ്മുടെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, വിഷ്ണുവിൻ്റെ 10 അവതാരം, അല്ലെ, ദേവിയുടെ അവതാരങ്ങൾ, നവദുർഗ. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ
ഇതിന് ഒരു ആവിർഭാവം ഉണ്ടാവും. ആവിർഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാവുന്ന ആൾക്കാരാണ്. ഈശ്വരീയ അനുഭവ, അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ സെൻസസ് കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത്, അനുഭവവും അല്ലെ, അനുഭവജ്ഞാനം ലഭിക്കുന്നതായ അവതാരങ്ങൾ, ഈശ്വരൻ്റെ ശക്തികൾ, അവരെയാണ് നമ്മൾ അവതാര പുരുഷന്മാർ എന്ന് വിളിക്കുക. പിന്നീട് ഉള്ളതാണ് ഇത് നമ്മളെ പോലുള്ള സാധാരണ അസ്തിത്വങ്ങൾ, ജീവജാലങ്ങൾ, ജീവാത്മാക്കൾ. അപ്പം ഇതാണ് ശരിക്കും എന്ത്, നമ്മുടെ ഈശ്വര സങ്കല്പത്തിലുള്ള ഒരു ക്രമം. ഈ ക്രമം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾ ഈ പല കഥാപാത്രങ്ങളെയും കാണുമ്പോൾ നമ്മൾ പറയില്ലേ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നു പോകുമെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാവരുത്. കാരണം ഓരോ ചോദ്യത്തിന് മുമ്പിലും നമ്മൾക്ക് ഈ അടിത്തറ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ഉത്തരം നമ്മൾക്ക് കൊടുക്കാൻ പറ്റും, ഏതൊരു മനുഷ്യനും. അപ്പോൾ ഇനി നമ്മൾ 16-ാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ അയ്യപ്പൻ്റെ വരവിന് മൂല കാരണമായ പ്രധാന തത്വം നമ്മൾ ചർച്ച ചെയ്തു. അതിൽ 1-2 പ്രധാന കഥാപാത്രങ്ങളെയും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി ആ കഥാപാത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രങ്ങളെ നമ്മൾ ഈ പറയുന്ന ഭാരതത്തിൻ്റെ വീക്ഷണ കോണിൽ നിന്ന്, അല്ലേ, ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ തന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻസിലൂടെയാണ് നമ്മൾ ഇനി അതിനെ വിശകലനം ചെയ്യുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മഹിഷി, അല്ലേ, അയ്യപ്പൻ്റെ വരവിന് മൂല കാരണമായ മഹിഷി, ദുർഗ ശരിക്കും മഹിഷാസുരനെ നിഗ്രഹിച്ചു, അല്ലേ, ദുർഗയാണ് മഹിഷാസുരനെ നിഗ്രഹിക്കുന്നത്. അങ്ങനെ നിഗ്രഹിച്ച സമയത്ത് സഹോദരിയായ മഹിഷിയിൽ പ്രതികാരത്തിൻ്റെ വികാരം അത് സൃഷ്ടിച്ചു, ആ ഒരു നിഗ്രഹം. അപ്പോൾ ഇതേ തുടർന്ന് മഹിഷി തപസ് അനുഷ്ഠിക്കുകയും അനന്തരം മഹിഷിക്ക് വരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് മഹിഷി എന്ത് ചെയ്തു? ദേവലോകം കൈപ്പെടുത്തി അവിടെയുള്ള ആളുകളെ ഒക്കെ പുറത്താക്കി, പിന്നെയുള്ള ആളുകളെ വല്ലാതെ ഉപദ്രവിച്ചു, ആക്രമിച്ചു. അപ്പം മഹിഷിയെ ഇല്ലാതാക്കുവാൻ ശിവനും, അല്ലെങ്കിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ചൈതന്യത്തിൽ, സംയോജനത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അവതാരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. ആ പ്രകടമായ ദിവ്യത്വം, അല്ലെങ്കിൽ ആ പ്രകടമായ അസ്തിത്വമാണ് ആര്? അയ്യപ്പൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിസി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. കാരണം ഈ അവതാരം ഭൂമിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഒരു ശരീരം സ്വീകരിച്ചിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഏത് ഗണത്തിൽപ്പെടും? മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവതാരമായി. ശ്രദ്ധിക്കണം ഇത് ശരിക്കും. എന്നാൽ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാലോ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രകാരം അത് പ്രപഞ്ചത്തിൻ്റെ സത്തയാണ്, ഒരു തത്വമാണ്. അപ്പോൾ ഒരു തത്വം എന്തു ചെയ്യും? മനുഷ്യാവതാരമായി ഭൂമിയിൽ പിറവിയെടുക്കും, അല്ലേ, ആവിർഭവിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അവതാരം എന്ന് വിളിക്കും. അപ്പോൾ ഈ അവതാരം എന്ത് ചെയ്യും? ഈ തത്വത്തിലേക്ക് പോയി ലയിക്കും. അതാണ് എന്ത്? ശബരിമലയിൽ വിഗ്രഹത്തിൽ അയ്യപ്പൻ ലയിച്ചു എന്ന് പറയുമ്പോൾ ആൾ പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ സംശയിക്കും, അതെങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. അത് എങ്ങനെയാണ്? അയാൾ വന്ന സ്രോതസ് ആ പ്രപഞ്ചത്തിൻ്റെ സത്തയാണ്, ശാസ്താവ് എന്ന സത്ത. ഈ സത്തയിലേക്ക് അവതാരം എന്ന രീതിയിൽ ഇറങ്ങി വന്ന ആ മനുഷ്യസ്വരൂപിയായ മണികണ്ഠൻ ലയം പ്രാപിക്കും. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും ശബരിമല അയ്യപ്പനും ശാസ്താവ് എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം ഭാരതത്തിൻ്റെ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്ര സംഭവങ്ങൾ, ശാസ്ത്രീയമായ ആശയങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ, നല്ല ജീവിതത്തിൻ്റെ, അതായത് മനുഷ്യന് നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തത്വങ്ങൾ എന്നിവ, പ്രപഞ്ചത്തിൻ്റെ തന്നെ അമൂർത്തമായ തത്വങ്ങൾ, അത് എന്ത് ചെയ്യും? മാനുഷികമായ പ്രാതിനിധ്യത്തിലൂടെ പരസ്പരം കൂട്ടിച്ചേർക്കും, ഇടപഴകും. അതാണ് ഇപ്പം അയ്യപ്പൻ എന്ന മനുഷ്യാവതാരം. കാരണം അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ചിട്ട് നമ്മുടെ ഇടയിൽ ഒരു മണികണ്ഠൻ എന്ന അസ്തിത്വമായി ജീവിക്കും. എന്താണ് ചെയ്യുക? അത് സാധാരണ ഒരു മാനുഷികമായ, പക്ഷെങ്കിൽ വന്നത് എന്താണ്? പ്രാപഞ്ചികമായ ഒരു വലിയ തത്വമാണ് മനുഷ്യനായിട്ട് ഇവിടെ വന്നത്, മാനുഷിക പ്രാതിനിധ്യം. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്? ഭാരതത്തിൻ്റെ പുരാണങ്ങൾ. അപ്പോൾ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് ചരിത്ര സംഭവങ്ങൾ ഉണ്ടാവാം, ശാസ്ത്രീയമായ ആശയങ്ങൾ ഉണ്ടാവാം, ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവാം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ, നല്ല ജീവിതത്തിനുള്ള കുറേ തത്വങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ അമൂർത്തമായ തത്വങ്ങൾ, അത് മാനുഷികമായ ഒരു പ്രാതിനിധ്യം, ഒരു റെപ്രസെൻറ്റേഷനിലൂടെ
പരസ്പരം ഇതിനെയൊക്കെ കോർത്തിണക്കും. എന്നിട്ടോ ചില സന്ദർഭങ്ങളിൽ അത് യഥാർത്ഥ കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരും. അതാണ് ഐതിഹ്യങ്ങൾ നമ്മൾ വിളിക്കുന്നത്. ഇപ്പം ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഇത്രയും കാര്യങ്ങൾ യഥാർത്ഥ കഥാപാത്രങ്ങളിലൂടെ നമ്മളുടെ മുമ്പിൽ എഴുന്നള്ളിക്കും. അതിനെയാണ് ഐതിഹ്യം എന്ന് വിളിക്കുക. മറന്നുപോരുത്, ഇത് ഒരു വലിയ കാര്യമാണ്. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ധർമ്മത്തിനെയോ അല്ലെങ്കിൽ മതത്തിനെയോ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനെ അനുസരിച്ചിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക്, വേറെ ആരെങ്കിലും വിട്ടേ, നമ്മളോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് ചിലപ്പോൾ നമ്മൾ അവരെ ജയിക്കണമെന്നോ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നോ ഇല്ല. പക്ഷേ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വ്യക്തമായ ധാരണ നമ്മൾ കൊടുക്കണം. നമ്മൾ തോറ്റുപോയത് അല്ലെങ്കിൽ നമ്മുടെ തലമുറയൊക്കെ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ തോറ്റുപോയ സ്ഥലമാണിത്. കാരണം എന്താണ്, നമ്മൾക്ക് കൃത്യം നമ്മുടെ പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ അതിനെ ഇങ്ങനെ സമീപിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾക്ക് ഇങ്ങനെയുള്ള വേദികളിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഭാവി തലമുറയെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം പറയുന്നത്, നമ്മൾ വളരെ ശാന്തമായി ഇതൊക്കെ എല്ലാവരിലും എത്തിക്കാനുള്ള പ്രവർത്തനം നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ നമുക്ക് എളുപ്പം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ പുരാണം, ഇതിഹാസങ്ങൾ, കഥാപാത്രങ്ങൾ എല്ലാം പ്രതീകാത്മക രൂപങ്ങൾ അല്ലെങ്കിൽ രൂപകങ്ങൾ, അതായത് ഒരു ഐക്കണോ പ്രതീകവൽക്കരിക്കുക. അതുപോലെ തന്നെ രൂപകങ്ങൾ അല്ലേ, രൂപകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റഫോർസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതിശയോക്തി കലർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഗാംഭീര്യം ഉണ്ടാവും, വസ്തുതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്മയത്തോടു കൂടി ഒരു കഥയായിട്ട് ചിത്രീകരിക്കും. ഇത് ഇതിഹാസങ്ങളിലെ ഒരു സാധാരണ ആഖ്യാന രൂപമാണ്. ഇപ്പോൾ ഭീമസേനനൊക്കെ കുറിച്ച് പറയുമ്പോൾ, ദുര്യോധനനൊക്കെ കുറിച്ച്, അർജുനനൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അവിശ്വസനീയമായി തോന്നുന്ന കാരണം നമ്മൾ മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിഹാസങ്ങളുടെ ഒരു ആഖ്യാനം, ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ രീതിയുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റാണ് ഈ പറയുന്നത്. എന്താണ്, ചില കഥാപാത്രങ്ങൾ ചില തത്വങ്ങൾ പ്രതിനിധീകരിക്കും. അതാണ് പ്രതീകാത്മകത. പിന്നെ രൂപകങ്ങളായിരിക്കും, ചിലത് രഹസ്യമായി നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടാവും അതിൻ്റെ ആന്തരിക ഭാവത്തിൽ. പിന്നെ എന്താണ്, അതിശയോക്തി കലർന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഗാംഭീര്യം നിറഞ്ഞിട്ട് ഉള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. പിന്നെ സ്വഭാവത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ കാണാം. അതുപോലെ തന്നെ കുറേ വസ്തുതകൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും, ഇത്രയും കാര്യമാണ് ഉള്ളത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ അതിശയോക്തിയിൽ അല്ലെങ്കിൽ ഒരു വിസ്മയത്തോടു കൂടി ഒരു കഥയായി ചിത്രീകരിക്കും. അപ്പോൾ ഇതിഹാസം കംപ്ലീറ്റ് കഥയാണെന്ന് പറഞ്ഞാൽ അല്ല. ഈ പറയുന്ന ആൾക്കാരുണ്ട് അതിൽ, ഈ പ്രതീകാത്മകത യുടെ ഭാഗമായിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ രൂപകങ്ങളായി നിലകൊള്ളുന്ന വസ്തുതകൾ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തിൻ്റെ ഉണ്ട്, ഗാംഭീര്യം കലർന്ന കാര്യങ്ങളുണ്ട് അതിൽ, അതിശയോക്തി കലർന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഒരു കഥയായി ചിത്രീകരിക്കുന്നതാണ് ശരിക്കും. ഇതാണ് ഒരു ഫോർമാറ്റ്, എന്തിൻ്റെ, ഇതിഹാസങ്ങളുടെ ഒരു ഫോർമാറ്റ്, ആഖ്യാന രീതി. അതിലൂടെ ഇതെന്തിനാണ് അങ്ങനെ ചെയ്തത്, അവർക്ക് ബുദ്ധിയില്ലാണ്ടല്ല, അവർക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയാത്തതോ അല്ലെങ്കിൽ എഴുതി വെക്കാൻ പറ്റാത്തതോ ആയതുകൊണ്ടല്ല. പക്ഷെങ്കിലോ ഇത് ഈ ഒരു രൂപത്തിൽ പറഞ്ഞാൽ അത് ധാരാളം വായനക്കാരിലേക്കും ധാരാളം ശ്രോതാക്കളിലേക്കും എത്താൻ കഴിയുമെന്ന ഫിലോസഫി അല്ലെങ്കിൽ ശാസ്ത്ര സത്യം, സൈക്കോളജി അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിസ്മയകരമായി ഇതൊക്കെ അവതരിപ്പിക്കും. അല്ലെ, നമ്മളറിയാം, നമ്മളെല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ രാമായണത്തിലെ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട്, ഈവൺ ഈ പറയുന്ന ചോള, ചേര, പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഒക്കെ അല്ലേ, നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒക്കെ നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിശയോക്തി കലർത്തിയിട്ട് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് വിസ്മയത്തോടു കൂടി നമ്മളത് കാണും. അത് കാണുന്ന മാത്രമല്ല, നമ്മളത് ഓർമ്മിക്കും, എന്നിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അവർ വെറുതെ ചുമ്മാ ഒരു സ്റ്റോറി ടെല്ലേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാൻറ്റസി ലോകത്ത് ജീവിച്ച കുറേ എന്താ പറയുക ചിത്തഭ്രമം പിടിച്ച ആളുകളും അല്ല നമ്മുടെ മഹർഷിമാർ. അപ്പോൾ ഈ വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ മഹിഷിയുടെയും മഹിഷൻ്റെയൊക്കെ കഥകളെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറയുന്ന പോലെ എരുമൻ്റെ തല അല്ലെങ്കിൽ മഹിഷാസുരൻ എന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ സാധാരണ മനുഷ്യന്റെ തലത്തിൽ നല്ല നമ്മൾ മനസ്സിലാക്കണം. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എക്സാജറേറ്റീവ് ആയിട്ട്, വളരെ ക്യൂറിയസ് ആയിട്ട്, വളരെ ഗാംഭീര്യത്തോട് കൂടിയിട്ടൊക്കെയാണ് കഥ പറയുന്നത്. അത് വളരെ അതിശയോക്തിയൊക്കെ ആയിരിക്കും അല്ലെ, ഒരു സൂപ്പർ പവർ ഒക്കെ ആയിട്ടാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. അത് എന്തുകൊണ്ടാണ്? അതിനൊരു റീസൺ ഉണ്ട് അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ധാരാളം ആളുകളിലേക്ക് എത്തണം. വിസ്മയഭരിതമായിട്ട് അവരോട് പറഞ്ഞാൽ മാത്രമേ അവരത് ഓർക്കുള്ളൂ, അടുത്ത തലമുറയിലേക്ക് അവരത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മഹിഷിൻ്റെയും കഥകൾക്ക് യഥാർത്ഥ അർത്ഥം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. യഥാർത്ഥ ചരിത്ര സംഭവങ്ങൾ, ഇതുപോലെ തന്നെ ശാസ്ത്രീയമായ ആശയങ്ങൾ നമുക്ക് കാണാം, ധാർമ്മിക മൂല്യങ്ങൾ അതിൽ നിന്നുണ്ടാവും, ജീവിതത്തിൻ്റെ തത്വങ്ങൾ വരെ നമുക്ക് അതിൽ പറയാനുണ്ട്. അപ്പോൾ മഹിഷൻ തമ്മിലുള്ള ബന്ധം നമ്മൾ അല്ലെ, മഹിഷാസുരൻ എന്നൊക്കെ പറയുമ്പോൾ എരുമ എന്ന ഒരു സംബന്ധം, ഒരു കണക്ടിവിറ്റി, ഒരു കണക്റ്റ് അവിടെ വരുന്നുണ്ട്. എന്താണത്? സംസ്കൃതത്തിൽ മഹിഷിയെ സാധാരണ നമ്മൾ എരുമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മഹിഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പെൺപോത്തിനെയാണ് ശരിക്കും എരുമ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ മഹിഷി എന്ന് പറഞ്ഞാൽ പെൺപോത്താണ്. അപ്പോൾ അസുരന്മാരായ ഈ സഹോദരി ജോഡികളെ അല്ലേ, അതിനെയാണ് മഹിഷൻ എന്നും മഹിഷി എന്നും വിളിക്കുന്നത്. അവരെ എരുമയുടെ തലയുമായിട്ടാണ് ശരിക്കും അവിടെയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ. അവിടെയൊക്കെ നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു എരുമയുടെ രൂപത്തിലോ അല്ലെങ്കിൽ എരുമ തല ആണ് അവരുടെ എന്നാണ് നമ്മൾക്ക് അല്ലേ, പുരാണങ്ങളുടെ ഒരു ചിത്രീകരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പോൾ മഹിഷാസുരന് നമ്മളെ പുരാണത്തിൽ കാണാം, തൻ്റെ ഇഷ്ടപ്രകാരം ഏത് രൂപവും സ്വീകരിക്കാൻ പറ്റും. അപ്പം ദുർഗാദേവിയും ഒത്തിട്ടുള്ള ആ യുദ്ധത്തിൽ അവൻ അവസാന സമയത്ത് എരുമയുടെ രൂപമാണ് സ്വീകരിച്ചത്. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി സമന്വയിച്ചിട്ടാണ് സിംഹാരൂഢയായ ദുർഗയാൽ ആര് കൊല്ലപ്പെടുന്നത്? മഹിഷാസുരൻ. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം എപ്പോഴും. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇത് മൂന്നും ഏതാണ് തലം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ സത്തകളാണ് ഇവർ അല്ലേ, പ്രാപഞ്ചികമായ തത്വങ്ങൾ, പ്രപഞ്ചത്തിലെ തത്വങ്ങൾ. ഈ മൂന്ന് തത്വങ്ങളുടെ ചൈതന്യങ്ങൾ അല്ലെങ്കിൽ ശക്തി, ഈ മൂന്ന് തത്വങ്ങളുടെ ശക്തി ചേർന്നിട്ട് വന്ന പുതിയൊരു ചൈതന്യമാണ് ആര്? ദുർഗ. മനസ്സിലായോ? ആ ദുർഗ. അപ്പം ദുർഗ നിൽക്കുന്ന റിയൽമ ഏതാണ്? ഈ പറയുന്ന ഇവർ മൂന്നാളുടെ ഇത് ചേർന്ന് വന്നിട്ട് നിൽക്കുന്ന, നമ്മൾ നേരത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈശ്വരന്മാരാണ് ഈ സത്തകൾ അല്ലേ. ആ സത്തകളുടെ ചൈതന്യം ചേർന്ന് രൂപം കൊണ്ട ഒരു പുതിയ സത്തയാണ് ആര്? ദുർഗ. മനസ്സിലായോ? അപ്പം മഹിഷാസുരൻ ദുർഗാദേവിയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ നടുവിൽ ഏത് രൂപവും സ്വീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവസാനം അവൻ ഒരു എരുമയുടെ രൂപമാണ് സ്വീകരിക്കുകയും ആ സമയം കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നിഗ്രഹം നടന്ന ഉടനെ തന്നെ മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി അതിനെ തുടർന്ന് നമ്മൾക്കെല്ലാം അറിയാലോ, തപസ്സിന് പോയി വരം നേടി. അപ്പം മഹിഷി എങ്ങനെ കൊല്ലപ്പെടുന്നു? വിഷ്ണുവിൻ്റെയും ശിവചൈതന്യത്തിൻ്റെയും സമന്വയമായ ശാസ്താവ്. ഇവിടെ ശ്രദ്ധിക്കണം, ഒരാൾ കൊല്ലപ്പെടുന്നത് പ്രപഞ്ച തത്വത്തിൻ്റെ 3 തത്വങ്ങളുടെ സംയോജനത്താൽ വന്ന ചൈതന്യം ദുർഗ. അതിൻ്റെ തന്നെ ഫെമിനിൻ അസുര എനർജിയായ മഹിഷി കൊല്ലപ്പെടുന്നത് വിഷ്ണു ചൈതന്യവും ശിവചൈതന്യവും ചേർന്നിട്ടുള്ള ശാസ്താ ചൈതന്യത്തിൽ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മഹിഷിയുടെയും അയ്യപ്പൻ്റെയും ഇതിഹാസത്തിൽ നിന്ന് നമ്മൾക്ക് അർത്ഥത്തിൻ്റെ ഒരു ഇഷ്ടം പോലെയുള്ള ഒരു അറിവ്, പദസമ്പത്ത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ പദോൽപത്തി ശാസ്ത്രം, പദങ്ങളുടെ ശാസ്ത്രം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിയാൽ, ഇപ്പം സംസ്കൃതത്തിൽ പദോൽപത്തി ശാസ്ത്രം വെച്ച് നോക്കിയാൽ തന്നെ സംസ്കൃതത്തിൽ മഹി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൂമി എന്നാണ് അർത്ഥം. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, മഹി എന്ന് പറഞ്ഞാൽ മഹത്വം, അല്ല മഹി എന്ന് പറഞ്ഞാൽ ഭൂമി. അതായത് ഇകാരം ഇരട്ടിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്. എന്നാൽ മഹി എന്ന് പറഞ്ഞാൽ മഹത്വം. നിങ്ങൾ പദത്തിൻ്റെ ഈ പറയുന്ന ശാസ്ത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, സ്ത്രീകൾ എന്താണ് വിളിക്കുക? മഹിള, മഹത്വമുള്ളവൾ അല്ലേ, മഹിള. ഇപ്പൊ മഹി എന്ന് പറഞ്ഞാൽ വിശാലവും, ഭൂമിയെ സൂചിപ്പിക്കുന്നത് വിശാലത അല്ലെ. ഭൂമി എന്ന് പറഞ്ഞാൽ വിശാലതയാണ്. അപ്പൊ ഭൂമിയും എന്താണ് ശരിക്കും നോക്കിയാൽ സ്ത്രീലിംഗമാണ് അല്ലേ.
ഇപ്പൊ മഹി, മഹിള എന്നത് സ്ത്രീയുടെ മൂലരൂപമാണ് മഹിള, അല്ലെ? അപ്പൊ മഹി അതുകൊണ്ട് തന്നെ മഹീം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ രാജാവ് എന്നുള്ള മഹീം, മഹീഷ നമ്മൾ കേട്ടിട്ടില്ലേ? ഭരണാധികാരി, ഭരണകർത്താവിനൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക? മഹാമഹീം, മഹീഷ. രാഷ്ട്രത്തലവന്മാരൊക്കെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പദം ഉപയോഗിക്കുക. ഇനി ഈഷ, മഹീഷ, അല്ലെ? മഹി എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചു. ഈഷ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണോ അധിപതിയായിരിക്കുന്നവൻ, ആരാണോ ഭരണം നടത്തുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥം പറഞ്ഞാല് മഹിഷിയെയും മഹിഷനെയും അക്ഷരാർത്ഥത്തില് ഭൂമി, വിശാലമായ ഈ ഭൂമിയെ കൺട്രോൾ ചെയ്തിരുന്നവര്, അധിപതിയായിരുന്നവര്, ഭരണം നടത്തിയിരുന്നവര് എന്നൊക്കെയാണ് നമ്മൾക്ക് പദോൽപത്തി ശാസ്ത്രപ്രകാരം നമ്മൾക്ക് അർത്ഥം കിട്ടുക. ഇപ്പൊ മഹിഷന്റെയും മഹിഷിയുടെയും കാര്യത്തില് ദേവഗണങ്ങളുമായിട്ടുള്ള അവരുടെ യുദ്ധം കണക്കിലെടുക്കുമ്പോൾ അവരൊരു മഹത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ ആ മഹത്വം? എന്താണെന്ന് പറഞ്ഞാൽ അവർ സദ്ഗുണപരമായ ഭരണം നിർവഹിച്ചത് കൊണ്ടല്ല അവർക്കൊരു മഹത്വം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, മഹി എന്ന് പറയുന്ന മഹത്വം, മഹിള. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല, ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ ഓരോ കഥാപാത്രത്തിന്റെ പേരിൽ പോലും നമ്മൾക്ക് ആശയം വ്യക്തമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത്രയും ആഴത്തിൽ നമ്മൾ ഇതിനെ സമീപിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവാത്തത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ അയ്യപ്പ ചരിതത്തിലെ മഹിഷാസുരനും മഹിഷിയുടെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ മഹി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, മഹി എന്ന് പറഞ്ഞാൽ മഹത്വം. അപ്പൊ എന്താണ് ഈഷ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, അല്ലെ? അധിപതിയായിരിക്കുക, ഭരണം നടത്തുക. അപ്പൊ മഹിഷൻ എന്ന കാര്യത്തില് ദേവഗണങ്ങളുമായിട്ടുള്ള അവരുടെ യുദ്ധം കണക്കിലെടുക്കുമ്പോൾ അവർ നിതാന്തമായിട്ട് യുദ്ധം ചെയ്ത ആൾക്കാരാണ്. വളരെ എന്താ പറയുക, വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ട് എത്രയോ കാലം ഇവരൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു മഹത്വമുണ്ട്. പക്ഷെ ആ മഹത്വം എന്തിന്റെ ബലത്തിലാണ്? അവർ നല്ല ഭരണം കാഴ്ചവെച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ഈശ എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ വിശാലമായ ഭൂമിയെ ഭരിച്ച ആൾക്കാരാണ് ഇവർ രണ്ടാളും, മഹിഷനും മഹിഷാസുരനും മഹിഷിയും. പക്ഷെ അവർക്കൊരു മഹത്വമുണ്ട്. എന്താണ് അതിന്റെ മഹത്വം? അത് ശരിക്കും ശക്തിയുടെയും കരുത്തിന്റെയും മഹത്വമാണ്. ഒരു നല്ല പോരാട്ട വീരർ, നല്ല ശക്തരായിരുന്നു, നല്ല കരുത്തരായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ സദ്ഭരണമൊന്നും നടത്തി ഭൂമിയിൽ നടത്തിയത് കൊണ്ടുള്ള ആ ഒരു മഹത്വമല്ല. അപ്പോൾ എന്തിന്റെ ശക്തിയും കരുത്തുമാണ് അവർക്കുള്ളത്? മഹിഷൻ, മഹിഷി എന്ന പേരുകൾ വന്നത് നമ്മൾ പറഞ്ഞല്ലോ, മഹി എന്ന മൂലപദത്തിൽ നിന്നാണ്. അപ്പൊ അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു എരുമയാണ് അവരെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെയാണ് ശക്തി? നമ്മൾക്കറിയാം, കാളയും എരുമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? ആധുനിക ചരിത്രകാരന്മാർ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ സംസ്കാരമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ശരിക്കും ഇത്. കാരണം ഞാൻ പറഞ്ഞില്ല, ചിലത് നമ്മൾക്ക് ചരിത്രത്തിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ആധുനിക ചരിത്രകാരന്മാർ, മോഡേൺ ഡേ ഹിസ്റ്റോറിയൻസ്, അവർക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവായിട്ടുള്ള ഏറ്റവും പുരാതനമായ കാര്യം ഹാരപ്പ, മോഹൻജോദാരോ കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മുതൽ അവർ കുഴിച്ചെടുത്ത തെളിവുകളായ ആ ഉത്ഖനനത്തില് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടയാളമായി അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയത് പശുപതി എന്ന ശിവനെയാണ്, അല്ലെ? ഒരു ഭാരതത്തിന്റെ ഒരു സീൽ ഉണ്ടായിരുന്നല്ലോ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു സീൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു യോഗാസന മുദ്രയിൽ ഇരിക്കുന്ന, തലയില് കാളയുടെ തലയോട്ടി ധരിച്ച, കിരീടമായി ധരിച്ച ശിവൻ, കൈകൾ യോഗമുദ്രയിൽ ഇരിക്കുന്ന ശിവൻ. അപ്പോൾ അടുത്ത് വലിയൊരു കാള, പശുപതി, ധാരാളം കാളകൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലം പിറകിൽ. അപ്പൊ ഇതാണ് ഒരു സീലായിട്ട്, അന്നത്തെ കാലത്തെ സീലായിട്ട് മോഹൻജോദാരോ, ഹാരപ്പ സിവിലൈസേഷനിലുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്, നമ്മുടെ പൂർവികർ. അപ്പൊ അവിടെ തന്നെ എന്താണ്, ധർമ്മം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ മുദ്രണത്തിലുള്ള ആളാരാണ്? കാള, ഋഷഭൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ, വൃഷഭ, അല്ലെ? അപ്പൊ കാള ശരിക്കും മികച്ചവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച ഒരു ഐക്കണാണ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഐക്കൺ എന്താണ്, പ്രതീകം എന്താണ്, വിഗ്രഹം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ കാള എന്ന വിഗ്രഹം ഉപയോഗിക്കുന്നത് എന്തിനാണ്? മികച്ചതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മികച്ചവരെ സൂചിപ്പിക്കണമെങ്കിൽ കാള, ബുള്ളിനെയാണ് ഉപയോഗിക്കുക നമ്മൾ.
അപ്പം മനുഷ്യർക്കിടയിൽ കാളയായിട്ടാണ് കണക്കാക്കപ്പെടുക മികച്ച ആൾക്കാർ. അതൊരു ഐക്കണായിട്ടാണ്. അതിനാൽ നാണയങ്ങളിലും മറ്റ് അടയാളങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് കൊമ്പുള്ള കാള, അല്ലേ? ആ വൃഷഭത്തിൻ്റെ തലയോട്ടിയാണ് ശിവൻ കിരീടമായി ധരിച്ചിട്ടുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിലെ ചിഹ്നത്തിൽ. ആസനസ്ഥന യോഗാസനത്തിൽ ഇരിക്കുന്ന പശുപതി ശിവൻ മഹാനായ ഒരാളുടെ പ്രതീകമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ശിവന്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഗോത്ര രീതിയിൽ ജീവിച്ച നമ്മുടെ പൂർവികര് ഉണ്ടാക്കിയ ഒരു സീലിന്റെ, ഒരു മുദ്രണത്തിന്റെ കാര്യമാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് ഏറ്റവും പുരാതനമായി പ്രാചീനമായി ലോകത്തിന് കിട്ടിയ തെളിവാണത്. ഇപ്പൊ മറുവശത്ത് ഇപ്പൊ കാളയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എരുമ അല്ലെങ്കിൽ പോത്ത് ഒരു കാളയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോത്തിന് അല്ലെങ്കിൽ എരുമയ്ക്ക് നിഷേധാത്മകമായ ശക്തിയായാണ് എരുമയെ കണക്കാക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാളയെ നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എഴുതുന്ന ആഖ്യാന രീതിയിൽ കാള എപ്പോഴും മികച്ചതിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ വശത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് എരുമ അല്ലെങ്കിൽ പോത്ത് പ്രതിനിധാനം ചെയ്യുന്നത് നിഷേധാത്മകമായ ശക്തിയാണ്. അത് ജഡത്വം, അലസത, ഒരു തലയെടുപ്പില്ലായ്മ, ഒരു മങ്ങിയ അവസ്ഥ, അജ്ഞത, അതുപോലെ മരണം എന്നിവയൊക്കെ സൂചിപ്പിക്കും. അപ്പം രണ്ട് കാര്യം നിങ്ങൾക്ക് ഐക്കൺ കിട്ടിയിട്ടുണ്ടാവും. കാളയെ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സൈഡിലും എരുമയെ ഉപയോഗിക്കുന്നത്, മഹിഷത്തിനെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സൈഡിലുമാണ്. കൊമ്പുകളുള്ള കാള അതേ സൈസിൽ കൊമ്പുകളുള്ള എരുമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് കാളക്കും നല്ല രീതിയിലുള്ള വലിയ കൊമ്പുകളൊക്കെ ഉണ്ട്, എരുമക്കും കൊമ്പുകളുണ്ട്. അപ്പോൾ കാള പോസിറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നു, നന്മകളെ റെപ്രസെന്റ് ചെയ്യുന്നു, മികച്ചതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എരുമ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നെഗറ്റീവ് സൈഡിനെ, തിന്മകളെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഗാംഭീര്യം, ഒരു സൈഡിൽ കാള ഗാംഭീര്യമാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എരുമ അല്ലെങ്കിൽ പോത്ത് അലസതയാണ്. അപ്പോൾ യോഗ്യതയുള്ള ഒരു ജേതാവ്, അല്ലേ, അതാണ് കാള. വളരെ യോഗ്യതയുള്ള ഒരു ജേതാവ് കാളയും, എന്നാൽ ഒരു ശാന്തത അല്ലെങ്കിൽ അലസനായ ഒരു പരാജിതന്റെ രൂപമാണ് ആർക്ക്? എരുമയ്ക്ക്. ഇത് ഞാൻ പറയുന്നത് രൂപകത്തിന്റെ കാര്യത്തിലാണ്. ഐക്കണോഗ്രഫി ആയിട്ട് എങ്ങനെയാണ് ഇതിനെ ഐക്കൺ ആയി പ്രതീകവൽക്കരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു എരുമയുടെ രൂപകം എന്താണ്? എരുമയുടെ മെറ്റഫോർ എന്താണ്? പ്രേരണയോ പരിഹാസമോ ചെയ്താൽ, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾക്ക് ആ തമിഴ് ഭാഷയിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ്? ഇപ്പൊ നമ്മൾ ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ട് അയാളെ ഉത്തേജിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അയാളെ ഒരു ഊർജ്ജസ്വലനാക്കാൻ വേണ്ടിയിട്ട് ചില ആൾ അങ്ങനെയാണ്, അല്ലെ? നമ്മൾ കുട്ടികളൊക്കെ കളിയാക്കുന്നത് എന്തിനാണ്? അവർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ കളിയാക്കലുകളൊക്കെ ഉണ്ടാവും. കളിയാക്കിയാൽ ചില കുട്ടികൾ എളുപ്പം അടുത്ത തവണ ആ കളിയാക്കലുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യും. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും അലസരായ യുവാക്കളെ നമ്മൾ ഈ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ എന്താണ് വിളിക്കാന്നറിയോ? എരുമയും ആടെ. എരുമ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ? മലയാളത്തിൽ വിളിക്കലുണ്ട് ഒരു പരിധി വരെ, അല്ലെ? നമ്മൾ അങ്ങനെയുള്ള ഒരുമാതിരി മടി പിടിച്ച് നടക്കുന്നവര് അതൊരു എരുമനെ പോലെയാണെന്നൊക്കെ ചില, അല്ലെ, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതെന്താണ്? അപ്പൊ അത് നോക്കൂ. ഇപ്പം ചരിത്രാതീത കാലം മുതൽ നമ്മുടെ ഭാഷയിൽ ഇത് വരണമെങ്കിൽ എന്താണ്? അന്ന് മുതലേ നമ്മൾ എരുമയെ എങ്ങനെയാണ് നമ്മൾ പ്രതീകവൽക്കരിച്ചിട്ട് സമൂഹം കണ്ടത് എന്നതിനൊരു വലിയ തെളിവാണ് ഈ ഭാഷയിൽ പോലും എരുമ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എരുമ തന്നെയാണ് എന്ത്? മഹിഷം. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സൈഡിലായിട്ട് ചിലപ്പോൾ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് എരുമകൾ അവിടെ എന്താ പറയുക, ആ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മേയ്ക്കുന്ന ആളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ആ എരുമയെ ആ കുളത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് എത്ര ശ്രമം വേണ്ടി വരും, എത്ര എനർജി വേണ്ടി വരും. എന്നാൽ നേരെ മറിച്ച് നമുക്കൊരു പശുവിനെയോ കാളയെയോ കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇതെന്താണ്? അതിൻ്റെ നേച്ചറാണ്. അത് ഈ പറഞ്ഞ പോലെ വളരെ ഇഗ്നറൻ്റ് ആണ്, വളരെ സ്റ്റബോൺ ആണ്. അതിനെ എളുപ്പമല്ല നമുക്ക് അതുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വളരെ ജഡത്വമാണ്, അലസതയാണ്. അപ്പോൾ ഈ എരുമയുടെ സ്വഭാവ സവിശേഷതകൾ താല്പര്യമില്ലാത്തത്, നിസ്സംഗത, ഉത്കണ്ഠയില്ലായ്മ, അനങ്ങൂല, പ്രതികരിക്കില്ല, നിഷ്ക്രിയാണ്, ക്രിയാശൂന്യമാണ്, ഒന്നും ചെയ്യില്ല, പിന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ ഇൻക്ലൂസീവ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ
ഇങ്ങനെയൊക്കെ ഉള്ള ഗുണം, ഒരുപാട് ഗുണമുണ്ട് പറയാൻ. വികാരങ്ങൾ ഉണ്ടാവില്ല, ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കൃപ കരുണ ഒന്നും ഉണ്ടാവില്ല, മനോവികാരങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം ഒരു ഹാഫ് ഹാർട്ടഡ് ആയിരിക്കും, അർദ്ധ മനസ്ക ആയിരിക്കും. വളരെ ഒരു അലസത നിറഞ്ഞ, പ്രതിബദ്ധതയൊന്നുമില്ലാത്ത, ക്ഷീണിച്ച, ഒരു മയങ്ങിയ, വിരസത, പ്രചോദനമില്ലായ്മ, ഒരു അഭിലാഷം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ അലസനായിരിക്കും, മടിയനായിരിക്കും, നിഷ്ക്രിയനായിരിക്കും, ജോലി ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ല, ലജ്ജ പോലെയുള്ള വികാരങ്ങൾ കൂടുതലുണ്ടാവും, മന്ദത, വളരെ സാവധാനം ഉണ്ടാവുള്ളൂ, മുഷിഞ്ഞ ഒരു രീതിയായിരിക്കും, ഒരു ആവേശഭരിത ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും എരുമ എന്ന് നമ്മൾ വിളിക്കുക സാധാരണ. അപ്പൊ ഇനി ഈവൻ ഇത് എരുമയുടെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ പാല് തന്നെ എടുത്തു നോക്കിയാൽ വേറെ രസമുള്ള കാര്യമുണ്ട്. ശാസ്ത്രീയമായിട്ട് അങ്ങനെ സമീപിക്കാം നമുക്ക്. അവിടെ എന്താണ്, പശുവിൻ്റെയും എരുമയുടെയും പാലിൽ തന്നെയുണ്ട് പ്രധാന വ്യത്യാസം. പശുവിൻ്റെ പാലിൽ കൊഴുപ്പ് കുറവാണ്, എന്നാൽ എരുമയുടെ പാലിൽ കൊഴുപ്പ് കൊണ്ട് സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എരുമയുടെ പാല് കഴിക്കുന്ന ആള് അമിതവണ്ണത്തിന് കാരണമാവും. തടിക്കാനൊക്കെ എരുമപ്പാൽ ഉപയോഗിക്കും, കാരണം പെട്ടെന്ന് വണ്ണം വെക്കും. അതുപോലെ തന്നെ ഈ വണ്ണം വെക്കുന്നോ തോറും നമുക്ക് ഉണ്ടാവുന്നത് വെച്ചാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ മന്ദത വരും, ഒരു മങ്ങിയ അവസ്ഥ വരും, മന്ദത വരും. അതുകൊണ്ട് തന്നെയാണ് പശുവിൻ്റെ പാല് മനുഷ്യർ എരുമയേക്കാൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? നോക്കി നിങ്ങൾ, പ്രകൃതി തന്നെ. അപ്പം നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര ക്ലോസ്ലി ഒബ്സർവ് ചെയ്തിട്ടാണ് പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മൾ വിവരക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നത്. നമ്മൾ ആരെങ്കിലും ഈ കഥാപാത്രങ്ങളെ എപ്പോഴെങ്കിലും ഇത്രയും ശാസ്ത്രീയമായിട്ട് ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ അതാണ് പറഞ്ഞത്, എപ്പോഴും നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അയാളെക്കുറിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം നമുക്ക് പറയാനുള്ള അധികാരമുണ്ട്. പഠിക്കാതെ നമ്മൾ പറയുന്നത് അത് ദൈവകോപമാണ് ശരിക്കും. കാരണം നമ്മുടെ ഋഷീശ്വരന്മാർ എത്രയോ വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതൊരു തിയറി ആക്കിയിട്ട് അതിനെ ഒരു മെറ്റഫോർ ആക്കിയിട്ട് ഇങ്ങനെയുള്ള കഥകൾ, അല്ലെ, ഈ ഒരു ആഖ്യാന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ, ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര അധ്വാനം അവർ ഇൻ്റലക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയുന്നത്, അല്ലെ, ഇതിൽ കാര്യമൊന്നുമില്ലെന്ന്. അപ്പം ഇത് തന്നെ മഹാരാഷ്ട്രയിൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഭഗവത്ഗീത മറാത്തിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റിന് ജ്ഞാനേശ്വരി എന്നാണ് പേരും കൊടുത്തത്. ഒരു മഹാകവിയുണ്ട്, സന്യാസിയായ സന്ത് ജ്ഞാനേശ്വർ. അപ്പോൾ ആ സന്യാസിയുടെ കഥയിൽ അജ്ഞതയുടെയും മന്ദബുദ്ധിയുടെയും ആത്യന്തിക രൂപകമായി എരുമയുടെ കൂട്ടുകെട്ട് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, ഈ ചില ആളുകളുടെ കൂട്ടുകെട്ട് നമ്മളെ ഈ പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ജീവജാലങ്ങളിലും ദൈവികമായ സാന്നിധ്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ യുവസന്യാസിയോട് ഇതുപോലെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നു എല്ലാവരിലും ഈ ദൈവമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ എരുമ എന്തിനാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അദ്ദേഹം ഈ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? എരുമ അപ്പം ദൈവത്തിന് വേണ്ട ഒരു ക്രീച്ചർ അല്ലേ, ഒരു ജീവജാലം അല്ലേ? എരുമയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഒന്നും കൊടുക്കാത്തത്? പക്ഷെ ആ സന്യാസി എന്ത് ചെയ്തു എന്നറിയോ? ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ എരുമ അല്ലെങ്കിൽ ആ പോത്തിനെ ട്രെയിൻ ചെയ്തിട്ട് വേദപാരായണം ചെയ്തു എന്ന് പറയുന്ന ഒരു കഥ, വേദപാരായണം ചെയ്യിച്ചു എന്ന് പറയുന്നൊരു കഥ സന്ത് ജ്ഞാനേശ്വറിൻ്റെ കഥയിലുണ്ട്. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളെ മൈൻഡ് പോകുമ്പോൾ ശരിക്കും നമ്മൾ ആരായിത്തീരും? നമ്മൾ മഹിഷാസുരനോ മഹിഷിയോ ആയിത്തീരും. മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഞാൻ കുറച്ച് മുമ്പേ നേരത്തെ മുകളിൽ പറഞ്ഞ ഈ വികാരരാഹിത്യം, ഈ ഒരു ആവേശഭരിതമില്ലായ്മ, ഉത്കണ്ഠ, ലജ്ജ, ഇങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന ഒരു ഇഗ്നറൻ്റ് ക്വാളിറ്റീസ് തേച്ച് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന സമയത്ത് നമ്മൾ ആരായി മാറുന്നു? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മഹിഷാസുരനോ മഹിഷിയോ ആയി മാറും. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും. ഈ പുരാണങ്ങൾ തേച്ചും നമ്മൾ അവനവനിലേക്ക് നോക്കാനുള്ളതാണ്. ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എനിക്കുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ വാച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ
ഇനി അത് തന്നെ നോക്കൂ, അതിന് പ്രകൃതി കൊടുത്ത വർണ്ണം എന്താണ്? കറുപ്പാണ് അല്ലേ? കറുപ്പ് നിറം, ഇരുട്ടിനെ സൂചിപ്പിക്കുന്ന നിറം. ഇത് നേരെ വെളുപ്പിന് എഗെയിൻസ്റ്റ് ആണ്, വെളിച്ചത്തിന്റെ അല്ലെ ഓപ്പോസിറ്റ് ആണ് ഇരുട്ട്. പ്രകാശം എന്നുള്ളത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ക്ലാരിറ്റി, പിന്നെ പ്രബുദ്ധത, അറിവ്, ഇവയൊക്കെയാണ് അല്ലെ വെളുത്ത നിറം അല്ലെങ്കിൽ ഈ പ്രകാശം സൂചിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബുദ്ധിയുള്ള, സജീവമായ അല്ലെങ്കിൽ ഊർജ്ജസ്വലമായ, വീര്യമുള്ള, നല്ല വികാരാധീനമായ, പ്രതികരിക്കുന്നതും സചേതനമായ, അതായത് വളരെ ആക്റ്റീവായ, ഉപയോഗപ്രദമായ അല്ലെ എല്ലാവർക്കും ഉപയോഗം ഉള്ള ഒരു രീതിയിലുള്ള അസ്തിത്വം, അതിന് നേരെ ഓപ്പോസിറ്റാണ് എരുമ എന്നത്. അപ്പൊ തെളിച്ച എന്ന് പറഞ്ഞാൽ അറിവാണ്, വളരെ രീതിയിൽ പ്രൊആക്റ്റീവാണ്, അതുപോലെ തന്നെ എന്തിനും റെസ്പോണ്ട് ചെയ്യുന്ന അതാണ്, വികാരങ്ങൾ ആൽ സമ്പുഷ്ടമാണ്, വീര്യമുള്ളതാണ്, വളരെ എനർജറ്റിക് ആണ്, അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണ് വൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എരുമ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. അതിനാൽ തന്നെ സചേതനമായതും അല്ലെങ്കിൽ എക്സ്ട്രാ എനർജറ്റിക് ആയതും മഹത്വമായ കഥാപാത്രങ്ങളെയും മൃഗങ്ങളെയും പ്രതിനിധീകരിക്കാൻ പുരാണത്തിൽ കാളയെ ഉപയോഗിച്ചപ്പോൾ എരുമയെ പൊതുവെ ജഡത്വവും അലസതയും മുതലായവയെ ബന്ധപ്പെടുത്തി, അതായത് അങ്ങനെയുള്ള ക്വാളിറ്റീസിനെ കണക്ട് ചെയ്തിട്ട് ആണ് അവതരിപ്പിച്ചത്. ഇത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യമന്റെ വാഹനം എന്താണ്? പോത്താണ് അല്ലേ? കാരണം എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് യമന്റെ വാഹനം എരുമ ആയിട്ട് മാറിയിട്ടുള്ളത്? മരണത്തിന് ദിവ്യത്വമായി മാറിയത്. അതായത് അവിടെ അതൊരു യമൻ ഒരു ദേവനായി പറയുന്നുണ്ടെങ്കിലും ഇവിടെ എന്താണ് അതിന്റെ കണക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം. എരുമ എന്നാൽ ഈ പറയുന്ന പോലെ യമന്റെ വാഹനം. അതില് കാര്യം എന്താ? മരണം എന്ന ദിവ്യത്വം എന്നൊരു ആശയം അതിലുണ്ട്. അതെങ്ങനെയാണ്? പുരാതന കാലം മുതൽ തന്നെ ഭാരതീയർ നമ്മുടെ ദേവാലയത്തിലെ വിവിധ ദേവന്മാർക്ക് വാഹനം എന്ന ഒരു സംവിധാനം അല്ലേ, നമ്മുടെ ദേവതാ കൺസെപ്റ്റിലാണ് വാഹനം ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബാക്കി ക്രിസ്ത്യാനിറ്റിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബുദ്ധമതത്തിലോ ഒന്നും ഈ വാഹനം കൺസെപ്റ്റ് ഇല്ല ദേവതകൾക്ക്. അപ്പോൾ പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പറയുന്ന ആഖ്യാന രീതിയിൽ നമ്മുടെ ദേവതകൾക്കൊക്കെ ദേവാലയത്തിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന ദേവതകൾക്ക് ഒരു വാഹനം എന്ന കൺസെപ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പീഠം, ഒരു പ്രതീകവുമായിട്ട് ദേവതയെ ബന്ധിപ്പിക്കുക എന്ന ആശയം പരിശീലിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാം. അതാണ് ഒരു ആഖ്യാന രീതി. അപ്പൊ അത്തരത്തിലുള്ള പ്രതീകങ്ങൾ ഏറ്റവും ശക്തമായിട്ട് സ്വാധീനിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ശരിക്കും ഏത്? യമന്റെ വാഹനമായിട്ട് വരുന്ന എരുമ അല്ലെങ്കിൽ പോത്ത്. ഒരു കയ്യിൽ ഗദയും മറു കയ്യിൽ പാശം അല്ലെ ഒരു കുരുക്കുമായിട്ടാണ് ആള് ചിത്രീകരിച്ചിട്ടുള്ളത്. ആളുകളുടെ ജീവൻ അപഹരിക്കാൻ പോത്തിന് മേൽ വരുന്ന ഒരു ചിത്രീകരണം. അപ്പൊ ഭാരതീയമായ ചിന്തകളിൽ വിവിധങ്ങളായ ദൈവീക ശക്തികളുടെ വാഹനം, തത്വങ്ങൾ അല്ലെങ്കിൽ അവയുടെ സിദ്ധാന്തം എന്നിവ ശരിക്കും നമുക്ക് ഒരു തലത്തിൽ നിന്ന് രണ്ട് വീക്ഷണത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഒന്ന് എന്നുള്ളത് ആ ദിവ്യത്വത്തിന്റെ അല്ലെങ്കിൽ ആ ദേവതയുടെ സ്വഭാവമോ പ്രവർത്തന രീതിയോ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എൻഹാൻസ്മെന്റ് ടൂളായിട്ടാണ് ആ വാഹനം ഉണ്ടാവുക. അല്ലെങ്കിൽ വേറൊരു അപ്രോച്ച് എന്തായിരിക്കും അറിയോ? ഈ പുരാണത്തിലെ ആ ദേവതയെ അതിൻ്റെ പ്രവർത്തനത്തിൽ കീഴടക്കുന്ന ഒന്നായിട്ട് ആ വാഹനം. ഇപ്പം ഗണപതിയുടെ എലിയൊക്കെ അങ്ങനെയാണ് അല്ലേ? മോഹങ്ങളെ കീഴടക്കുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് കീഴടക്കുക. അപ്പോൾ വാഹനം എന്നുള്ളത് ഈ പറയുന്ന പോലെ രണ്ട് ആസ്പെക്റ്റിൽ എടുക്കാം നമുക്ക്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ആ ദേവതയ്ക്ക്, ആ ദിവ്യത്വമായ ആ ഒരു അവതാരത്തിന് അല്ലെങ്കിൽ ആ ഒരു ഈശ്വരന്റെ പ്രവർത്തന രീതിക്ക്, ആ ഈശ്വരനൊരു കർമ്മമുണ്ട്. ഇപ്പൊ ദുർഗ സിംഹത്തിന്റെ മേലാണ്. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് സിംഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് കൂടുതൽ തീവ്രത കിട്ടും. അങ്ങനെ പ്രവർത്തനത്തിന് എൻഹാൻസ് ചെയ്യാൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എന്താണ്? ഈ വാഹനം എന്ന് പറയുന്നത് ഒരു ദേവതയുടെ പ്രവർത്തനത്തിൽ ഒരു പ്രത്യേക കാര്യത്തെ, തത്വത്തെ കീഴടക്കി വെക്കുന്നതാണ് വാഹനം അല്ലെ? അതിൻ്റെ മേൽ അധീശത്വം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗണപതിയുടെ എലി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്ന് അചഞ്ചലമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് അങ്ങനെ കീഴടക്കി വെക്കുക. അതാണ്
ഗണപതിയുടെ മൂഷിക വാഹനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ വാഹനം എന്നുള്ള ആശയം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം മഹിഷി എന്ന പദം അത് സൂചിപ്പിക്കുന്നത് വൃഷഭൻ അല്ലെ, എരുമയും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കി. അതുപോലെ തന്നെ വാഹനം എന്ന ആശയം. അപ്പോൾ വാഹനം എന്ന ആശയം ശരിക്കും നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വാഹനം എന്ന സങ്കല്പത്തിൻ്റെ ഒരു ആശയം, അതിൻ്റെ പിന്നിലുള്ള ആശയം ശരിക്കും എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ആ വാഹനത്തിൽ ആരൂഢയായിരിക്കുന്ന, അതായത് ആ വാഹനം എന്നുള്ളത് ഒരു പീഠമോ അല്ലെങ്കിൽ ആ ദേവതയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതോ ആയ ഒരു എൻഹാൻസ്ഡ് അല്ലെ, ഒരു വർധനവിന് ഉള്ള ഒരു ചൈതന്യമാണ്. അതല്ലെങ്കിൽ ഒന്ന് കീഴടക്കുന്ന ഒരു ചൈതന്യം. അപ്പോൾ വാഹനം എന്ന സങ്കല്പത്തിന് ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ വാഹനം ഇപ്പോൾ ഉദാഹരണം, ബഹിരാകാശത്തിൽ വ്യാപിക്കുന്ന വിഷ്ണു പക്ഷിരാജനായ ഗരുഡൻ എന്ന കഴുകനെയാണ് ഉപയോഗിക്കുന്നത്. ബഹിരാകാശത്തിന് മീതെയുള്ള തൻ്റെ ആധിപത്യത്തെ സൂചിപ്പിക്കാനാണ് അത് ഗരുഡൻ എന്ന പക്ഷിയെ കൊണ്ട് പ്രതീകവൽക്കരിക്കുന്നത്. അതായത് ആകാശതത്വം അല്ലെ, ആ ആകാശതത്വത്തിൻ്റെ മുകളിൽ ആധിപത്യം അധീശത്വം, അതാണ് ഗരുഡൻ എന്ന് പറയുന്നത്. വിശാലമായ ചിറകുകൾ, അത് വളരെ ഉയരത്തിലും ദീർഘദൂരത്തിലും പറക്കാൻ കഴിയുന്നതിനുള്ള ഇത്. ഇനിയിപ്പോൾ ശിവനെ എടുത്തു നോക്കിയാൽ അത് നന്ദിയാണ് അല്ലേ, ഋഷഭൻ എന്ന മൃഗം അല്ലേ, പശു, അവൻ്റെ വാഹനമായി കാണാം നമുക്ക്. കാരണം എന്താണ്? ഭൗതികമായ ആവിർഭാവത്തിനും അല്ലെ, ഭൗതികമായ എല്ലാ അവതാരങ്ങൾക്കും അസ്തിത്വങ്ങൾക്കും സംഹാരത്തിനുമുള്ള തത്വം എന്ന നിലയിൽ ശിവൻ മനസ്സിനെയും ശരീരത്തിനെയും കീഴടക്കി, ശ്രദ്ധിക്കണേ, മനസ്സിനെയും ശരീരത്തിനെയും കീഴടക്കി അസ്തിത്വം, അവബോധം, ബോധം എന്നിവയിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നതിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ത്? ഋഷഭൻ അല്ലെങ്കിൽ നന്ദി. മനസ്സിലായോ? അപ്പം ശരീരത്തിനെയും മനസ്സിനെയും കീഴടക്കി ഈ പറയുന്ന 3 അവസ്ഥയിലേക്ക്, അസ്തിത്വം എന്നുള്ളത് നമ്മുടെ ഈ ശരീരം, പിന്നെ അവബോധം അതായത് ഹയർ കോൺഷ്യസ്, അതുപോലെ തന്നെ ലോവർ കോൺഷ്യസ്, ഇത് 3ലേക്കും ലയിപ്പിക്കുക. എന്തിനെ? ശരീരത്തിനെയും മനസ്സിനെയും. ഇതിനെയാണ് ശിവത്വം അല്ലെങ്കിൽ സംഹാരം എന്ന് പറയുന്നത്. നമ്മളിലേക്ക് തന്നെ തീരുക എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ ഋഷഭനെ കൊണ്ട്, നന്ദിയെ കൊണ്ട്, ശിവൻ എന്ന വാഹനം, ശിവൻ ഉപയോഗിക്കുന്ന വാഹനമായ നന്ദിയെ കൊണ്ട് പ്രതീകവൽക്കരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? അയ്യപ്പനെ ശാസ്താവിൻ്റെ ചരിത്രത്തിൽ പുരാണങ്ങൾ എങ്ങനെയാണ് ശരിക്കും നമ്മൾ ആഖ്യാനമായി എടുക്കേണ്ടത്, ആഖ്യാന രീതി മനസ്സിലാക്കി അതിൽ നിന്ന് തത്വം നമ്മൾ ശേഖരിക്കേണ്ടത്. അത് പ്രകാരം നോക്കുമ്പോൾ മഹിഷി ആരാണ്, വാഹനം എന്ന കൺസെപ്റ്റ് എന്താണ് അല്ലെ, ദേവതയും വാഹനവും തമ്മിൽ, ഉദാഹരണമായിട്ട് വിഷ്ണുവിൻ്റെ ഗരുഡനെയും ശിവൻ്റെ നന്ദിയെയും നമ്മൾ നോക്കി. അപ്പോൾ പുരാതനമായിട്ട് ഹാരപ്പൻ സംസ്കാരത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്, അപ്പോൾ എന്താണ് നമ്മുടെ പൂർവീകർ നമ്മളോട് പറയാൻ ശ്രമിച്ചത്, നമ്മൾ അത് തന്നെയാണോ മനസ്സിലാക്കുന്നത് അല്ലെ? ഒരു മനുഷ്യൻ എങ്ങനെ മഹിഷനായി മാറുന്നു, മഹിഷാസുരനായി മാറുന്നു, മഹിഷിയായി മാറുന്നു എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എരുമയുടെ അല്ലെ, ഈവൻ നമ്മൾ പശുവിൻ്റെ പാലും എരുമയുടെ പാലിൻ്റെ ശാസ്ത്രീയമായിട്ട് അതുപോലും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും ആഴത്തിൽ നിരീക്ഷിച്ചിട്ടാണ് പുരാണത്തിൽ നമ്മൾക്ക് ഋഷീശ്വരന്മാർ ഒരു കഥാപാത്രത്തിന് തരുന്നത്. അപ്പോൾ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ചരിതത്തിൽ ഈ വരുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തത്വങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് വളരെ വിശദമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സമയം വന്നെത്തിയത് കൊണ്ടും നിങ്ങൾക്ക് രാവിലത്തെ നിങ്ങളുടേതായ കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടും ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എന്നത്തെ ക്ലാസ്സിലും പോലെ ഇന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ശാസ്താ ക്ലാസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. ഇത് നമ്മുടെ ഒരു വ്രതം പോലെ, മണ്ഡലകാലത്തെ നമ്മുടെ 41 ദിവസത്തെ വ്രതം ആർക്ക് വേണ്ടിയിട്ട്? ശാസ്താ ചൈതന്യത്തിന് വേണ്ടിയിട്ട്. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സത്തയാണ്. നമ്മൾ പ്രപഞ്ചത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ പ്രപഞ്ചം അത് 10 ഇരട്ടി നമ്മൾക്ക് തരുന്നതാണ് പറയുക. അപ്പോൾ ഈ മണ്ഡലകാലം, ഈ 41 ദിവസം നിങ്ങളതൊരു വ്രതം പോലെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അയ്യപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ എല്ലാ സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ
നന്ദി അറിയിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ. സ്വാമിയേ ശരണമയ്യപ്പ.